പരിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള നിർവ്വഹനങ്ങൾ കഴിയുന്ന പരമാവധി സൂക്ഷിച്ചതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ, തിട്ടപ്പെടുത്തണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ നമ്മൾ തുടങ്ങിയ സൂറത്തുൽ ഹജ്ജ് ഇൻഷാ അല്ലാഹ് ഇന്നത്തോടുകൂടി അതിൻ്റെ അവസാന ആയത്തും പാരായണം ചെയ്ത് അവസാനിപ്പിക്കണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും അത് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ 75-ാമത്തെ ആയത്ത് മുതലാണ് പാരായണം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. الله يصطفي من الملائكة رسلا ومن الناس إن الله سميع بصير. يعلم ما بين أيديهم وما خلفهم وإلى الله ترجع الأمور. يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس. فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. أعوذ بالله من الشيطان الرجيم. الله يصطفي من الملائكة رسلا ومن الناس. إن الله سميع بصير. يعلم ما بين أيديهم وما خلفهم وإلى الله ترجع الأمور. يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير وافعلوا
وافعلوا الخير لعلكم تفلحون وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير إن شاء الله ഫുള്ള് ഒരാളതല്ല അള്ളാഹു യസ്തഫി മുതൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ അഥവാ 77-ാമത്തെ ആയത്ത് വരെ ഒരാളും ലാസ്റ്റ് ആയത്ത് വേറെ ഒരാളും രണ്ട് പാർട്ടായിട്ട് വരും അവസാനത്തെ ആയത്ത് ഒരാളും ആദ്യത്തെ രണ്ടായത്ത് അറിയില്ലേ കഴിഞ്ഞ ആഴ്ച എല്ലാവരും ഖുർആനിൽ കണ്ടെടുക്കില്ല ആ കണക്കുകളൊന്നും കിട്ടാൻ വേണ്ടിയില്ല أعوذ بالله من الشيطان الرجيم الله يصطفي من الملائكة رسلا ومن الناس إن الله سميع بصير يعلم ما بين أيديهم وما خلفهم وإلى الله ترجع الأمور يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون أعوذ بالله من الشيطان الرجيم وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس وأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. കഴിഞ്ഞ നമ്മൾ മാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ് എന്നത് വരെയാണ് എടുത്തത്. 75
അല്ലാഹു യസ്തഫി മിനൽ മലായികതി റുസുലൻ വമിനൻ നാസി ഇന്നല്ലാഹ സമീഉൻ ബസീർ. അല്ലാഹു യസ്തഫി, ഇസ്തഫ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക. മുസ്തഫ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തിരഞ്ഞെടുക്കപ്പെട്ടത്. മുസ്തഫ തിരഞ്ഞെടുക്കപ്പെട്ടത്. യസ്തഫി തിരഞ്ഞെടുക്കുന്നു. അല്ലാഹു യസ്തഫി തിരഞ്ഞെടുക്കുന്നു മിനൽ മലായികതി മലക്കുകളിൽ നിന്നും, മലക്കുകളിൽ നിന്നും, റുസുലൻ ദൂതന്മാരെ, വമിനൻ നാസി ജനങ്ങളിലുണ്ട്, ജനങ്ങളിൽ നിന്നും. അല്ലാഹു യസ്തഫി തെരഞ്ഞെടുക്കുന്നു മിനൽ മലായികതി മലക്കുകളിൽ നിന്നും, റുസുലൻ ദൂതന്മാരെ, വമിനൻ നാസി അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അല്ലാഹു തെരഞ്ഞെടുക്കുന്നു. ഇന്നല്ലാഹ തീർച്ചയായിട്ടും അല്ലാഹു സമീഉൻ കേൾക്കുന്നവനാണ്, ബസീറുൻ കാണുന്നവനാണ്. അല്ലാഹു മലക്കുകളിൽ നിന്നും ചില ദൂതന്മാരെ തെരഞ്ഞെടുക്കുന്നു, അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്നും ചില ദൂതന്മാരെ തെരഞ്ഞെടുക്കുന്നു. അല്ലാഹു കാണുന്നവനും കേൾക്കുന്നവനുമാകുന്നു എന്നാണ് ആയത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം. മഹാനായ ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായിട്ട് ഉള്ള വാചകങ്ങൾ എന്ത് ചെയ്യുക നമുക്ക് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഖ്താറു മിനൽ മലായികതി റുസുല. അല്ലാഹു എന്ത് ചെയ്യും? മലക്കുകളിൽ നിന്ന് ചില റുസുലുകളെ, ചില ദൂതന്മാരെ അല്ലാഹു തെരഞ്ഞെടുക്കും. ഇഖ്താറ എന്ന് പറഞ്ഞ ഇസ്തഫന്റെ അതേ അർത്ഥം. ഇജ്തബ, ഇഖ്താറ, ഇസ്തഫ ഇത് മൂന്നും ഒരേ അർത്ഥമാണ്. ഇജ്തബ, ഇഖ്താറ, ഇജ്തബ, ഇസ്തഫ. ഇഖ്താറ, ഇജ്തബ, ഇസ്തഫ ഇത് മൂന്നും ഒരേ അർത്ഥത്തിൽ വരുന്നതാണ്, അഥവാ തെരഞ്ഞെടുത്തു എന്ന അർത്ഥത്തിൽ വരുന്നതാണ്. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും? മലക്കുകളിൽ നിന്നും ചില ദൂതന്മാരെ അള്ളാഹു തെരഞ്ഞെടുക്കും, അതേപോലെ തന്നെ ജനങ്ങളിൽ നിന്നും അള്ളാഹു ചില ദൂതന്മാരെ തെരഞ്ഞെടുക്കും. ഫയുർസിലു ബഅദൽ മലായികതി ഇലൽ അംബിയ. എന്നിട്ട് അതിൽ നിന്ന് ചില മലക്കുകൾ അള്ളാഹു എങ്ങോട്ട് അയക്കും? അംബിയാക്കളുടെ അടുക്കലേക്ക് അയക്കും. ഇമാം ബൈളാവി റഹിമഹുല്ലാഹ് ഈ ആയത്തിന് കൊടുക്കുന്ന തഫ്സീറും കൂടി എന്തേ വായിക്കാം. യതവസ്സതൂന ബൈനഹു അല്ലാഹു യസ്തഫി മിനൽ മലായികതി റസൂല എന്ന് പറഞ്ഞാൽ യതവസ്സതൂന ബൈനഹു വ ബൈനൽ അംബിയാഇ ബിൽ വഹി. അംബിയാക്കളുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മധ്യവർത്തികളായി വഹി എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ആര്? മലക്കുകൾ. അപ്പൊ അള്ളാഹു മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ദൂതന്മാരെ തെരഞ്ഞെടുക്കുന്നു പറഞ്ഞാൽ അള്ളാഹുവിന്റെ വഹിയുമായി ബന്ധപ്പെട്ടാണ് രണ്ടു കിടക്കുന്നത്. അഥവാ അള്ളാഹുവിന്റെ വഹി എത്തിക്കാൻ, മനുഷ്യർക്ക് എത്തിക്കാൻ അമ്പിയാക്കളെ അഥവാ മനുഷ്യരിൽ നിന്നും ചില ആളുകൾ അള്ളാഹു എന്ത് ചെയ്യും? തെരഞ്ഞെടുക്കും. ആ അമ്പിയാക്കളിലേക്ക് അള്ളാഹുവിന്റെ വഹി എത്തിക്കുന്നതിന്റെ ഭാഗമായി മലക്കുകളിൽ നിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും? അള്ളാഹു ചില ദൂതന്മാരെ അള്ളാഹു തെരഞ്ഞെടുക്കും. അഥവാ അമ്പിയാക്കൾക്ക് വഹി എത്തിക്കാൻ മലക്കുകൾ ഉണ്ടാവും, ആ മനുഷ്യർക്ക് വഹി എത്തിക്കാൻ മനുഷ്യരിൽ നിന്ന് തന്നെ ചില ദൂതന്മാരെ അള്ളാഹു തിരഞ്ഞെടുക്കും. അങ്ങനെ വഹീന്റെ വിഷയത്തിൽ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ട് കൂട്ടം ദൂതന്മാരെ, മനുഷ്യരിൽ നിന്നും മലക്കുകളിൽ നിന്നും ദൂതന്മാരെ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ മനുഷ്യരിൽ നിന്നുള്ള ദൂതന്മാരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അറിയാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെല്ലാവരും മനുഷ്യരിൽ നിന്നുള്ള ദൂതന്മാരാണ്. അതിൽ പ്രത്യേകിച്ച് ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ മൂസാ നബി, ഈസാ നബി, ഇബ്രാഹിം നബി, മുഹമ്മദ് നബി, നൂഹ് നബി അലൈഹിമുസ്സലാം ഇവരെല്ലാവരും മനുഷ്യരിൽ നിന്നുള്ള പ്രത്യേകക്കാരായ റസൂലുകളുമാണ്. മലക്കുകളിൽ നിന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അറിയുന്നത് ആര് മാത്രമാണ്? ജിബ്രീൽ അലൈഹിസ്സലാം മാത്രമാണ്. പക്ഷേ സൂറത്തു ഫാത്തിറിലെ ഒന്നാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി ഫാത്തിറിസ് സമാവാതി വൽ അർളി ജാഇലിൽ മലായികതി റുസുല. അല്ലാഹു മലക്കുകളെ റുസുലുകളാക്കി എന്നുള്ള റുസുൽ എന്നുള്ളത് എന്താണ്? മലായികത്ത്, റുസുൽ രണ്ടും ബഹുവചനാണ് പ്രയോഗിച്ചത്. മലായികത്ത് മലക്കുകളിൽ നിന്നും ദൂതന്മാരെ എന്ന് അല്ലാഹു എന്ത് ചെയ്തു? പ്രയോഗിച്ചു. അപ്പൊ അത് പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം മാത്രമല്ല എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. നമുക്കറിയാവുന്നത് ഒരു പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം മാത്രമായിരിക്കും. പക്ഷേ സൂറത്തു ഫാത്തിറിലെ ഒന്നാമത്തെ ആയത്ത് അല്ലാഹു അൽഹംദുലില്ലാഹി ഫാത്തിറസ് സമാവാതി വൽ അർള് ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹുവിനാകുന്നു സർവ്വസ്തുതിയും. പിന്നെ എങ്ങനെയുള്ള അല്ലാഹുവാണ്? ജാഇലിൽ മലായികത മലക്കുകളെയാക്കി റുസുലൻ ദൂതന്മാരാക്കി നിശ്ചയിക്കുകയും ചെയ്തു എന്നുള്ള ആയത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മാത്രമല്ല എന്നുള്ള ഒരു നിഗമനം കൂടി എന്തുണ്ട്? ഉണ്ട് എന്ന് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കാം. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും?
അള്ളാഹുവിൻ്റെ വഹി എത്തിക്കാൻ, അതല്ലെങ്കിൽ തന്നെ അള്ളാഹുവിൻ്റെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ എത്തിക്കുവാനും അതുപോലെ തന്നെ അത് പ്രചരിപ്പിക്കുവാനും അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ആയിക്കൊണ്ട് മനുഷ്യരിൽ നിന്നും മലക്കുകളിൽ നിന്നും അള്ളാഹു ചില ദൂതന്മാരെ അള്ളാഹു സെലക്ട് ചെയ്യും, അള്ളാഹു തിരഞ്ഞെടുക്കുന്നതാണ് എന്ന് ഈ ഒരു ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കും. ആ മലക്കുകളുടെ പ്രത്യേകതകളിൽപ്പെട്ട പ്രധാനപ്പെട്ട 4 പ്രത്യേകതകളാണെന്ത്? ഒന്ന്, മലക്കുകൾ എപ്പോഴും എവിടെയായിരിക്കും? അവരുടെ വാസസ്ഥലം ഏതാണ്? ഉപരിലോകത്താണ്, ആകാശ ലോകത്താണ് മലക്കുകളുടെ വാസസ്ഥലമായിട്ടുള്ളത്. അതുപോലെ മലക്കുകളുടെ കൂട്ടത്തിൽ ആരില്ല? സ്ത്രീകളില്ല. മലക്കുകളുടെ കൂട്ടത്തിൽ സ്ത്രീകളില്ല. അവർ അള്ളാഹുവിനെ എന്ത് ചെയ്യില്ല? ധിക്കരിച്ചുകൊണ്ടിരിക്കലും പ്രവർത്തിക്കുകയില്ല. അവരെപ്പോഴും ഇബാദത്തുകളിലായിരിക്കും. മലക്കുകൾ എപ്പോഴും ഇബാദത്തുകളിലായിരിക്കും. ഇസ്രാ മിഅ്റാജിന്റെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള 2 ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മലക്കുകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ എണ്ണവും വലിപ്പവും അതിൻ്റെ വലിപ്പവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാലിക് ഇബ്നു സഅസാദ്, സ്വഹാബിയുടെ പേരാണ് മാലിക് ഇബ്നു സഅസാദ്. മാലിക് ഇബ്നു സഅസാദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നത് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ഇസ്രാ മിഅ്റാജിന്റെ സംഭവങ്ങൾ ഇങ്ങനെ പറയുന്നതിന്റെ ബാക്കിയായിട്ട് ഹദീസിൽ പറയുന്നു, റുഫിഅ ലി അൽ ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂറിലേക്ക് എന്ത് ചെയ്തു? ഉയർത്തപ്പെട്ടു. ഫഖുൽതു യാ ജിബ്രീൽ മാ ഹാദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിയോട് ചോദിച്ചത്, ജിബ്രീലേ ഇതെന്താണ്? ഖാല, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദൽ ബൈത്തുൽ മഅമൂർ യദ്ഖുലുഹു കുല്ല യൗമിൻ 70000 മലക്കിൻ. ഇത് ബൈത്തുൽ മഅമൂറാണ്. അവിടെ എല്ലാ ദിവസവും എത്ര മലക്കുകൾ പ്രവേശിക്കും? 70000 മലക്കുകൾ പ്രവേശിക്കും. 70000 മലക്കുകൾ ഓരോ ദിവസവും എന്ത് ചെയ്യും? ആ ബൈത്തുൽ മഅമൂറിൽ പ്രവേശിക്കും. ഇദാ ഖറജു മിൻഹു ലം യഊദു ഫീഹി ആഖിറ മാ അലൈഹി. അതിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ അവരെന്ത് ചെയ്യൂല? പുറത്തേക്ക് വരികയില്ല. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഫഫുതിയ ലനാ ഫൈദാ നബി ഇബ്രാഹിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്നിദൻ ളുഹ്റഹു ഇലൽ ബൈത്തുൽ മഅമൂർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തിട്ടുണ്ട്? ആ യാത്രയിൽ അദ്ദേഹത്തിന്റെ പുറംഭാഗം, തോൾഭാഗം ഇങ്ങനെ ബൈത്തുൽ മഅമൂറിലേക്ക് ചാരി നിന്നുകൊണ്ട് ഇങ്ങനെ ചാരി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയും വൈദാഹു യദ്ഖുലു കുല്ല യൗമിൻ 70000 മലക്കിൻ ലാ യഊദൂന ഇലൈഹി, 70000 മലക്കുകൾ എന്ത് ചെയ്യും? ഓരോ ദിവസവും അതിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാൻ, അഥവാ അള്ളാഹുവിന് പൂർണ്ണമായിട്ട് കീഴൊതുങ്ങാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളാണ് ആര്? മലക്കുകൾ. അത് പ്രത്യേകിച്ച് അവർ ഇബാദത്തിന്റെ ആഴം മനസ്സിലാകാൻ, അവരുടെ എണ്ണം മനസ്സിലാകാൻ, പെരുപ്പം മനസ്സിലാകാൻ ബൈത്തുൽ മഅമൂറിനെ കുറിച്ച് മാത്രം ചെയ്താൽ മതി, ചിന്തിച്ചാൽ മതി. ഓരോ ദിവസവും 70000 മലക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. പിന്നെ അവർ പുറമേക്ക് വരികയില്ല. അപ്പോൾ എത്ര അതിൻ്റെ ഒരു എണ്ണം നമുക്കൊരിക്കലും ഊഹിക്കാൻ പോലും സാധിക്കില്ല. നമുക്കറിയാം, ഒരു മലക്കുൽ മൗത്ത്, ഇസ്രാഫീൽ, മീകായിൽ, അതുപോലെ തന്നെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാം, അങ്ങനെയുള്ള കുറച്ച് മലക്കുകളുടെ പേരുകൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാം? അറിയാം. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ആ ഒരു മലക്കുകൾ എന്നുള്ള ഒരു സൃഷ്ടി ലോകം എത്രത്തോളം വിശാലമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഒറ്റ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ ദൂതന്മാരായിക്കൊണ്ട് അള്ളാഹു മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ചില ആളുകളെ അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്നല്ലാഹ സമീഉൻ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നത്. കഴിഞ്ഞ ഒരുപാട് ആയത്തുകളിൽ നമ്മൾ വിശദീകരിച്ച ഭാഗമാണ് ഈ ഒരു ഭാഗം. അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്നുള്ളത് ഇൻഷാ അല്ലാഹ് കൊണ്ട് നമ്മളിപ്പോൾ വീണ്ടും വിശദീകരിക്കേണ്ട ആവശ്യമാണ്. 76-ാമത്തെ ആയത്ത്, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വഇലല്ലാഹി തുർജഉൽ ഉമൂർ. യഅലമു, അറിയുന്നു, അഥവാ അള്ളാഹു അറിയുന്നു. മാ, ഒന്ന്, ബൈന ഐദീഹിം, അവരുടെ മുന്നിലുള്ളത് അള്ളാഹു അറിയുന്നു. വമാ, ഒന്ന് അറിയുന്നു, ഖൽഫഹും, അവരുടെ പിന്നിലുള്ളതുമായ കാര്യങ്ങൾ അള്ളാഹു അറിയുന്നു. വഇലല്ലാഹി, അള്ളാഹുവിലേക്ക് തന്നെയാകുന്നു, തുർജഉ, മടക്കപ്പെടുന്നത്, അൽ ഉമൂർ, കാര്യങ്ങൾ. അഥവാ അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അള്ളാഹു അറിയുന്നു. അള്ളാഹുവിലേക്ക് തന്നെയാകുന്നു കാര്യങ്ങൾ മടക്കപ്പെടുന്നത്. ഇത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. മുമ്പ് പറഞ്ഞതുപോലെ ഇന്നല്ലാഹ സമീഉൻ ബസീർ പറഞ്ഞല്ലോ, അള്ളാഹു എല്ലാം അറിയുന്നു, കേൾക്കുന്നു എന്നറിയുന്നതിൻ്റെ മറ്റൊരു വശമാണത്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അള്ളാഹു അവരുടെ മുന്നിലും പിന്നിലും ഇടത്തും വലത്തുള്ള സകല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. അഥവാ അള്ളാഹു സദാ അവനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അള്ളാഹുവിലേക്ക് തന്നെയാകുന്ന അവരുടെ മടക്കം എന്നുള്ള അധ്യാപനം എന്താണ്?
ഒരു മനുഷ്യന്റെ ധാർമ്മികമായ ജീവിതത്തിന് അള്ളാഹു സംരക്ഷണം ഒരുക്കണം. ആ ഒരു ചിന്തയോടുകൂടി, ആ ഒരു ചിന്ത എത്രത്തോളം രൂഢമൂലമാകുന്നു അത്രത്തോളം എന്ത് ചെയ്യും, അള്ളാഹുവിനുള്ള അനുസരണം കൂടും. എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം അള്ളാഹുവിനെ ധിക്കരിക്കുന്ന സ്വഭാവം എന്ത് ചെയ്യും, കൂടും. കാരണം എന്താ വെച്ചാൽ ഒരാൾക്കറിയുന്നത് അള്ളാഹു എൻ്റെ എല്ലാ കാര്യങ്ങളും രഹസ്യവും പരസ്യവും എൻ്റെ ഉള്ളിലുള്ളതും പുറമേയുള്ളതും വലതുള്ളതും ഇടതുള്ളതും അള്ളാഹു എൻ്റെ സകല കാര്യങ്ങളും അറിയുന്നവനാകുന്നു എന്ന് ഒരാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിൽ ഒരാൾക്ക് ധിക്കാരം വരുന്നുണ്ടെങ്കിൽ അവന് അള്ളാഹുവിന് വ്യക്തമായിട്ട് എന്ത് ചെയ്യാണ്, ധിക്കരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് വൻപാപാണ്. അഥവാ പ്രകടമായ രീതിയിൽ പൂർണ്ണമായി അള്ളാഹുവിനെ അനുസരിക്കുകയും രഹസ്യമായിക്കൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്യുക എന്നുള്ളത് വൻപാപാണ്. അതെങ്ങനെ വൻപാപായിട്ട് മാറാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, സൗബ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നമുക്കൊക്കെ അറിയാം. അവിടുന്ന് പറയുന്നത് അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുന്നത് ലാ അലമന്ന ഖവാമൻ മിൻ ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ. റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുന്നത് ലാ അലമന്ന ഖവാമൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകൾ യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ, തിഹാമ പർവ്വതത്തോളം അത്ര പർവ്വത സമാനമായ കർമ്മങ്ങളുമായി കൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്യും, എൻ്റെ ഉമ്മത്തിൽ നിന്ന് പരലോകത്ത് വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഫയജ്അലുഹു അല്ലാഹു ഹബാഅൻ മൻസൂറ, അല്ലാഹു എന്ത് ചെയ്യും, അവരുടെ ആ ഒരു പർവ്വത സമാനമായ കർമ്മങ്ങളുടെ വലിയ വലിയ പർവ്വത സമാനമായ കർമ്മങ്ങളുടെ ആ ഒരു രൂപത്തെ അതെല്ലാം അള്ളാഹു ധൂളികളാക്കിക്കൊണ്ട് പാളികളാക്കിക്കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യും, പാറ്റിക്കളയും. അള്ളാഹു അതെല്ലാം നിഷ്പ്രഭമാക്കി കളയും. ഖാല സൗബാൻ, സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചത് യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞു തരണം, അവരെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരണം. എന്തിനാണത്? ഞങ്ങൾ അറിയാതെ പോലും അവരുടെ കൂട്ടത്തിൽ പ്രവേശിക്കാതിരിക്കാൻ, അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം, അവരെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അമാ ഇന്നഹും ഇഖ്വാനുകും വമിൻ ജിൽദതികും വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ. അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. നിങ്ങൾ ഇബാദത്തുകൾ ചെയ്യുന്നത് പോലെയൊക്കെ ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്. പക്ഷേ വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹഖുവ. പക്ഷേ അവരുടെ പ്രത്യേകത എന്താ? അവർ ഒറ്റക്കായി കഴിഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയത് അവരെന്താക്കും? ഹലാലാക്കും. ഒറ്റക്കായി കഴിഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയത് അവർ ഹലാലാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ അവരുടെ ആ കർമ്മങ്ങളിൽ എന്തുണ്ടാവില്ല? പൂർണ്ണമായിട്ടൊരു ഇഖ്ലാസ് ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഒറ്റക്കാവാൻ അവസരം കിട്ടിയാൽ എന്താവും? അപ്പ തിന്മ ചെയ്യും. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടോ അതല്ലെങ്കിൽ ആ രീതിയിലെങ്കിലും പെട്ടുപോയതോ എന്നല്ലെങ്കിൽ പറയുന്നത്. ഒരാൾ പുറമേക്ക് എന്തായിരിക്കും? ഫുൾ ഓക്കെ ആയിരിക്കും. പക്ഷേ തെറ്റുകൾ ചെയ്യാൻ, ഹറാമുകൾ ചെയ്യാൻ, തിന്മകൾക്ക് അവസരം കിട്ടിയ അയാൾ എന്ത് ചെയ്യും? അതിൽ ഉപേക്ഷ വരുത്തുകയില്ല. അത് കൃത്യമായിട്ട് അയാൾ എന്ത് ചെയ്യും? ആ ഹറാമിന്റെ പിന്നാലെ പോവും. അതുകൊണ്ട് തന്നെ അയാളുടെ മറ്റുള്ള കർമ്മങ്ങളെ അള്ളാഹു പാറ്റിക്കളയും, ധൂളികളാക്കി അള്ളാഹു പറത്തിക്കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോധമുള്ള യഅലമു മാ ബൈന അയ്ദിഹിം വമാ ഖൽഫഹും, അള്ളാഹു അവന്റെ സകല കാര്യങ്ങളും അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്നുള്ള ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഉള്ളും പുറത്ത് എന്തായിരിക്കും? വഴിപോലെ ആയിരിക്കും. മഹാനായ ബിലാൽ ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്ന ഒരു വാചകം, ലാ തകുൻ വലിയനില്ല ഫിൽ അലാനിയ, നീ ഒരിക്കലും എന്തായിരുന്നു പ്രകടമായ രീതിയിൽ പുറമേക്ക് അള്ളാഹുവിന്റെ മിത്രമാകരുത്, അള്ളാഹുവിന് വലിയാകില്ല. രഹസ്യമായിട്ട് എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ ശത്രു. രഹസ്യ ജീവിതത്തിലാരാ? അള്ളാഹിന്റെ ശത്രു. പരസ്യ ജീവിതത്തിലോ അള്ളാഹുവിന്റെ മിത്രം. അങ്ങനെ ഒരിക്കലും നീ ആകാൻ പാടില്ല. മഹാനായ ഇബ്നുൽ അറാബി റഹിമഹുല്ലാഹ് എന്ന് പറയുന്നത് അഖ്സറുൽ ഖാസിരീന മൻ അബ്ദാ ലിന്നാസി സ്വാലിഹ അഅ്മാലി, ജനങ്ങളിൽ ഏറ്റവും നഷ്ടക്കാരിൽപ്പെട്ട ആളുകൾ ജനങ്ങൾക്ക് മുമ്പിൽ എന്ത് ചെയ്യാം? അവന്റെ നല്ല നല്ല കർമ്മങ്ങളൊക്കെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കൊടുക്കുക. എപ്പോഴും അവൻ ചെയ്യുന്ന നല്ല കർമ്മങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ പരമാവധി പ്രകടിപ്പിക്കാനും പ്രചരിപ്പിക്കാനും അതിനെങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്താൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അഥവാ അവന്റെ സൽക്കർമ്മങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും? പുറമേക്ക് ഇങ്ങനെ പ്രകടിപ്പിക്കും. എന്നിട്ട് അവന്റെ തിന്മകളെ അള്ളാഹു അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്ത അള്ളാഹുവിന്റെ മുമ്പിൽ എന്ത് ചെയ്യും? അവന്റെ രഹസ്യമായ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യും. കാരണം എന്താ? പ്രകടമാക്കുന്നത് എന്താ? അവനെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത സൃഷ്ടികളുടെ മുമ്പിൽ പ്രകടമാക്കും. എന്നാലോ അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്ത റബ്ബിന്റെ മുമ്പിൽ അവന്റെ സ്വകാര്യ ജീവിതം രഹസ്യമാക്കാൻ വെക്കാൻ
ശ്രമിക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവരാണ് അക്സറുൽ ഖാസിരീൻ, നഷ്ടക്കാരിൽപ്പെട്ട ഏറ്റവും വലിയ നഷ്ടക്കാർ എന്നുള്ളത് മഹാനായ ഇബ്നുൽ അറബി റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ആയത്ത് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആലോചിക്കുമ്പോഴും കാണുമ്പോഴും ചിന്തിക്കുമ്പോഴും ഏതൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ സകല കാര്യങ്ങളും അറിയുന്നവനാകുന്ന അവങ്കിലേക്കാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, മറക്കപ്പെടേണ്ടത്. അങ്ങനെ ആ ഒരു ചിന്ത എത്രത്തോളം രൂഢമൂലമാകുന്നുവോ അത്രത്തോളം എന്ത് ചെയ്യും, അവന്റെ ദീനിയായ ജീവിതത്തിൽ തിളക്കം കൂടും. സൂക്ഷ്മതയുടെ അങ്ങേതല അവന് കാണും, അങ്ങേതല കാണും. അങ്ങനെ കണ്ടതിലുണ്ട് ഉദാഹരണങ്ങളുണ്ട്. ഹിസാൻ ഇബ്നു അബീ സിനാൻ, ഹിസാൻ ഇബ്നു അബീ സിനാൻ താബിയാണ്. അവിടുന്ന് മഹാനായ അവിടുത്തെ ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അഹ്വാലു സലഫ്, സലഫുകളുടെ അവസ്ഥകൾ എന്നുള്ളത് അവരുടെ വ്യത്യസ്ത ജീവിതത്തിലെ അവസ്ഥകൾ ക്രോഡീകരിച്ചുകൊണ്ട് എഴുതപ്പെട്ടതിൽ നിന്നുള്ളൊരു ഭാഗം. ഹിസാൻ ഇബ്നു അബീ സിനാൻ അദ്ദേഹം ചെയ്തു, പെരുന്നാൾ ദിവസം നല്ല വസ്ത്രം അതൊക്കെ ഇട്ടിട്ട് നന്നായി ഒരുങ്ങി എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഭാര്യ പറഞ്ഞ എന്ത് ചെയ്തു, ഭാര്യ അത് ശ്രദ്ധിച്ചു. അദ്ദേഹം എന്ത് ചെയ്യാണ്, വീട്ടിൽ നിന്ന് നല്ലപോലെ പെരുന്നാൾ ദിവസമാണല്ലോ, പെരുന്നാൾ ദിവസം ആഘോഷത്തിന്റെ ദിവസമാണ്, പുതുവസ്ത്രങ്ങൾ അണിയുന്ന ദിവസമാണ്, എല്ലാവരും പുറത്തിറങ്ങുന്ന ദിവസമാണ്. അപ്പോൾ പെരുന്നാൾ ദിവസം അദ്ദേഹം എന്ത് ചെയ്തു, ഒരുങ്ങി കെട്ടി പുറത്തേക്ക് ഇറങ്ങിയ ഹിസാൻ ഇബ്നു അബീ സിനാൻ. അങ്ങനെ അദ്ദേഹം അദ്ദേഹം തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. രാവിലെ പോയി പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് പെരുന്നാളിന്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചു, എത്ര ഭംഗിയുള്ള സ്ത്രീകളെ, അഥവാ സുന്ദരികളായ ഭംഗിയുള്ള അതുപോലെ തന്നെ ആകർഷിക്കപ്പെടുന്ന എത്ര സ്ത്രീകളെ താങ്കൾ നോക്കി. രസകരമായ ചോദ്യമാണ്. സകല പെണ്ണുങ്ങളെ നോക്കി വരിക, നമ്മൾ അറിയാലോ, സകല പെണ്ണുങ്ങളെ നോക്കി വരിക അല്ലേ, എല്ലായിടത്തും പോയി നോക്കി പോവുകയല്ലേ എന്നുള്ള രീതിയിൽ ഒരു സാധാരണ രീതിയിൽ ഒരു ഭാര്യ ചിലപ്പോൾ ഭർത്താവിനോട് പറയുന്ന ഒരു സാന്ദർഭിക നർമ്മമായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ ഹിസാൻ ഇബ്നു അബീ സിനാൻ റഹിമഹുല്ലാഹു ഭാര്യ ചോദിച്ചെന്ത്, കണവാന പെണ്ണുങ്ങളെയൊക്കെ കണ്ടു നോക്കി വരികയല്ലേ എന്നുള്ള അർത്ഥത്തിലൊരു പ്രയോഗം പ്രയോഗിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഫഖാല ഹിസാൻ ഇബ്നു അബീ സിനാൻ റഹിമഹുല്ലാഹു കൊടുത്ത മറുപടി, വല്ലാഹി അല്ലാഹുവാണ്, മാ നദർതു ഇല്ലാ ഫീ ഇബ്ഹാമി മുൻദു ഖറജ്തു മിൻ ഇൻദിക ഇലാ അൻ റജഅതു ഇലൈകി. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി നിന്റെ അടുക്കിലേക്ക് തിരിച്ചെത്തുന്നത് വരെയുള്ള ആ സമയം എൻ്റെ വിരലല്ലാതെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. വിരൽ പറഞ്ഞാൽ കാലിന്റെ വിരല്, കാൽപാദത്തിന്റെ വിരൽ അഥവാ കാൽപാദം, എൻ്റെ കാലല്ലാതെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പൊ നടത്തം അത് സൂക്ഷ്മതയുടെ അങ്ങേതല എന്ന് പറഞ്ഞത് അതാണ്. അള്ളാഹു എൻ്റെ ഹൃദയത്തിലുള്ളതും എൻ്റെ കട്ടുനോട്ടവും എൻ്റെ സകല കാര്യങ്ങളെയും അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം ഒരാളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോണ്ടാകുന്ന റിസൾട്ടാണ് എന്ത്, പെരുന്നാൾ ദിവസം പുറത്ത് കറങ്ങി ഫുള്ള് ചുറ്റി കറങ്ങി വീട്ടിൽ എത്തുമ്പോഴും ഞാൻ എൻ്റെ കാൽപാദത്തിൻ്റെ വിരലുകളല്ലാതെ മറ്റൊന്നും പോയ വകയിൽ ആസ്വദിച്ചിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം. അതാണ് നമ്മളിതിൻ്റെ ഒരു അങ്ങേതലക്ക് ഉദാഹരണം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയൊന്നും ഇല്ലെങ്കിലും എന്ത് ചെയ്യാം, അങ്ങനെ ആകാനുള്ള ഒരു ആഗ്രഹമെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവുക. അള്ളാഹു ആകുന്നു എല്ലാം അറിയുന്നവൻ, അവന്റെ പിമ്പിലുള്ളതും മുമ്പിലുള്ളതുമെല്ലാം അള്ളാഹു അറിയുന്നു. അള്ളാഹുവിലേക്കാകുന്നു കാര്യങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നത്. 77-ാമത്തെ ആയത്ത്, يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. يا أيها അല്ലയോ ആ ഒരു അഭിസംബോധന, യാ അയ്യുഹ അല്ലയോ കൂട്ടരെ എന്നുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ വിശ്വസിച്ചവരുടെ കൂട്ടരെ. ഇർകഉ നിങ്ങൾ റുകൂഅ് ചെയ്യുക, വസ്ജുദു നിങ്ങൾ സുജൂദ് ചെയ്യുക, അതേപോലെ തന്നെ വഅബ്ദു നിങ്ങൾ ഇബാദത്തുകൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. റബ്ബക്കും നിങ്ങളുടെ രക്ഷിതാവിനെ, അതല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിന് വേണ്ടി. വഫഅലു നിങ്ങൾ പ്രവർത്തിക്കുക, അൽ ഖൈറ നന്മകൾ നല്ലത് നിങ്ങൾ പ്രവർത്തിക്കുക. ലഅല്ലക്കും നിങ്ങൾ ആയേക്കാം തുഫ്ലിഹൂൻ വിജയം പ്രാപിക്കുന്നവരായേക്കാം. അഥവാ അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ റുകൂഉം സുജൂദും
ഇബാദത്തും നിർവഹിക്കുന്നവരാവുക, നന്മ പ്രവർത്തിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾക്ക് വിജയം സിദ്ധിച്ചേക്കാം, വിജയം കരസ്ഥമാക്കാൻ സാധിച്ചേക്കാം എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയണം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഓർമ്മ ഉണ്ടോന്നറിയില്ല, സജദയുടെ ആയത്തുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ 2 സജദകൾ വരുന്ന ആ സൂറത്തുകൾ പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞ സൂറത്താണ് ഇത് സൂറത്തുൽ ഹജ്ജ്. അപ്പോൾ അതിലൊന്നതാണ് 77-ാമത്തെ ആയ. മറ്റേത് ഏതാ ഓർമ്മ ഉണ്ടോ? 18 അല്ലേ? 18 ഒന്നിൻ്റെ വ്യത്യാസം. ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. ഇതാണ് സുജൂദിന്റെ ഒരായത്ത്. സൂറത്തു ഹജ്ജിലെ 2 സജദയുടെ സ്ഥലങ്ങൾ വരുന്നത്. ഒന്ന് 18-ാമത്തെ ആയത്താണ്, രണ്ടാമത്തേതാണ് എന്ത് 77-ാമത്തെ ആയത്ത് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സുജൂദിന്റെ ആയത്തുകൾ വരുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സുജൂദ്, അതിനെക്കുറിച്ച് ഉഖ്ബത്തുൽ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നമ്മൾ പറഞ്ഞത് എന്താ? ഫുളിലത് സൂറത്തുൽ ഹജ്ജ് ബിസജദതൈൻ. സൂറത്തുൽ ഹജ്ജ് 2 സുജൂദിന്റെ സ്ഥലങ്ങൾ ആയത്തുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ശ്രേഷ്ഠമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ഹദീസ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ 2 ഒന്ന് 18-ാമത്തതും ഒന്ന് 77-ാമത്തതും ആയിട്ടുള്ള ആയത്തുകളാണ്. ഇനി അതിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു അടിസ്ഥാനമായി ഒരു വിജ്ഞാനമായിക്കൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ വെക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് മവാദിഅസ് സജദാത്ത് ഫിൽ ഖുർആൻ നൗആൻ. ഖുർആനിലെ സുജൂദ്, സജദയുടെ സുജൂദ് വരുന്ന സ്ഥലങ്ങൾ 2 രീതിയിലാണ് വരിക. അതായത് 2 സ്ഥലങ്ങൾ എന്നല്ല, 2 അവസ്ഥകളിലാണ് ആ സുജൂദിന്റെ ആയത്തുകൾ ഉണ്ടാവുക. ഒന്ന് ഇഖ്ബാർ, മറ്റൊന്ന് അംർ. ഒന്ന് ഏതാണ്? ഒന്ന് ഇഖ്ബാറും മറ്റൊന്ന് അംറും. ഇതാണ് ഇഖ്ബാർ. ഇഖ്ബാറാണ് ഖബർ, വാർത്ത. മറ്റൊന്ന് അംർ, കൽപ്പന. ഇഖ്ബാറും അംറും. അപ്പോൾ ഖുർആനിൽ സുജൂദിന്റെ ആയത്തുകൾ ഉണ്ടാവുക 2 അവസ്ഥയിലാണ്. ഏത് സുജൂദിന്റെ ആയത്തുകളാണ് പൊതുവെ 2 അവസ്ഥയിലാണ് കാണപ്പെടുക. ഒന്നെങ്കിൽ ഇഖ്ബാറിന്റെ അവസ്ഥയിലുള്ള ആയത്ത്, അല്ലെങ്കിൽ അംറിന്റെ അവസ്ഥയിലുള്ള ആയത്തുകൾ. ഇഖ്ബാറിന്റെ അവസ്ഥയിലുള്ള ആയത്തുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇഖ്ബാറു ഖബറും മിനല്ലാഹി തആല അൻ സുജൂദി മഖ്ലൂഖാതിഹി ലഹു ഉമൂമ. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾ സുജൂദ് ചെയ്യുന്ന അവസ്ഥകൾ പറയുന്ന ആയത്തായിരിക്കും ഒന്നുകിൽ. അതാണ് നമ്മൾ അവിടെ കാണാം. 18-ാമത്തെ ആയത്തിൽ ആ ഒരു രീതിയിലുള്ളൊരു അഭിസംബോധനയാണ് കാണാൻ സാധിക്കുന്നത്. അലം തര, നീ കാണുന്നില്ല, അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു വകസീറുൻ മിനന്നാസ്. ജനങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ, ജന്തുക്കളിൽപ്പെട്ട ആളുകൾ, മരങ്ങൾ, പർവ്വതങ്ങൾ, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ, ഭൂമിയിലും ആകാശത്തുമുള്ള സകല ജാതി വസ്തുക്കളും അള്ളാഹു സുജൂദ് ചെയ്യുന്നു. അപ്പൊ സുജൂദ് സജദയുടെ ആയത്ത് കാണുന്നത് ഒന്നുകിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തുകളെ കുറിച്ച് പറയുന്ന ഭാഗമായിരിക്കും. അതല്ലെങ്കിൽ രണ്ടാമത് അംറാണ് ഉണ്ടാവും. അഥവാ നിങ്ങൾ എന്ത് ചെയ്യണം, സുജൂദ് ചെയ്യണം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ 77-ാമത്തെ ആയത്തിലുള്ള അതിൻ്റെ ഒരു ഉദാഹരണമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ റുക്ഉ വസ്ജുദൂ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ എന്ത് ചെയ്യാം, റുക്ഊ ചെയ്യുക, അതോടൊപ്പം സുജൂദ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതായിട്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിൽ വെക്കുക. പരിശുദ്ധ ഖുർആനിൽ സുജൂദിന്റെ ആയത്തുകളുടെ അവസ്ഥ 2 രീതിയിലായിരിക്കും. ഒന്നുകിൽ അള്ളാഹു സൃഷ്ടികളുടെ സുജൂദുകളെ കുറിച്ച് മൊത്തത്തിൽ പറയുന്ന ആയത്തുകളിലായിരിക്കും സുജൂദ് സജദയുടെ ആയത്തുണ്ടാവുക. അതല്ലെങ്കിൽ അള്ളാഹു സുജൂദ് ചെയ്യാൻ ഡയറക്റ്റ് കൽപ്പിക്കുന്ന ആയത്തുകളുമായിരിക്കും സജദയുടെ ആയത്തായിട്ട് കടന്നു വരിക. അപ്പോൾ ഒന്നെങ്കിൽ ഇഖ്ബാർ അല്ലെങ്കിൽ അംർ. ഈ 2, ഇഖ്ബാർ എന്ന അറിയിക്കൽ, അംർ എന്ന കൽപ്പന. അത് നമ്മൾ മനസ്സിൽ എന്ത് ചെയ്യുക, പ്രത്യേകമായിക്കൊണ്ട് വെക്കുക. ഈ 2 അവസ്ഥയിലായിരിക്കും വിശുദ്ധ ഖുർആനിൽ സജദയുടെ ആയത്തുകൾ സകലതും ഉണ്ടാവുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ റുക്ഉ വസ്ജുദൂ വഅബ്ദുദൂ റബ്ബക്കും വഫഅലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ.
എന്നുള്ള ആയത്തിനെ ഇമാം സഅദി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്ന വാചകങ്ങൾ ആദ്യം എന്ത് ചെയ്യാം നമുക്ക് വായിക്കാം. യഅ്മുറു തആല ഇബാദഹുൽ മുഅ്മിനീന ബിസ്സലാ. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ വിശ്വാസികളോട് നിസ്കാരത്തെ കുറിച്ച് കൽപ്പിക്കുന്നു. വഖസ്സ മിൻഹാ റുകൂഉ വസ്സുജൂദ്. അതിൽ പ്രത്യേകമായിക്കൊണ്ട് എന്ത് ചെയ്തു? റുകൂഇനെയും സുജൂദിനെയും അല്ലാഹു പ്രത്യേകമാക്കി. എന്തുകൊണ്ടാണ്? ലിഫളിഹിമ. റുകൂഇനും സുജൂദിനും ശ്രേഷ്ഠത ഉണ്ട്. എന്താ റുകൂഇന്റെ സുജൂദിന്റെ ശ്രേഷ്ഠത? ഒരു ആളിങ്ങനെ കടന്നു വരുമ്പോൾ ഇവിടെ ഉള്ള ഒരാൾ ആ വ്യക്തിയോടൊന്നും ഇങ്ങനെ ചെയ്താൽ നമ്മളെന്ത് പറയും? എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ അങ്ങനെയൊക്കെ കീയൊതുങ്ങേണ്ട ആവശ്യമുണ്ടോ? ഒരാളുടെ മുമ്പിൽ തല കുനിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ പറയും. അത് റുക്കു ആയി കഴിഞ്ഞാലോ അതിലേറെ പറയും. ഒരാളിങ്ങനെ കടന്നു വരുമ്പോൾ സുജൂദാണ് ചെയ്താലോ രാജഭരണാണ്, രാജാധിപത്യമാണ്, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും അത്രത്തോളം വിധേയത്വം കാണിക്കാൻ എന്നൊക്കെ നമുക്ക് തോന്നും. അഥവാ ഒരു മനുഷ്യന്റെ മുമ്പിൽ ഒരിക്കലും ഒരാൾ തല കുനിക്കുന്നതോ കൈ കൂക്കുന്നതോ ഊര വളക്കുന്നതോ സുജൂദ് ചെയ്യുന്നതോ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, അംഗീകരിക്കാൻ കഴിയുകയില്ല. പക്ഷെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്? ഓരോ ദിവസവും അവൻ്റെ ഓരോ നിസ്കാരത്തിലൂടെയും കണക്കില്ലാത്ത അത്ര ഒരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിൻ്റെ മുമ്പിൽ പരിപൂർണമായിക്കൊണ്ട് ഊര വളക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ മുമ്പിൽ പരിപൂർണമായിക്കൊണ്ട് സുജൂദ് ചെയ്യുന്നുണ്ട്. അഥവാ അവൻ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഭാഗമായി കാണുന്ന അവൻ്റെ മുഖം ഏറ്റവും കൂടുതൽ പുഷ്ടിപ്പിച്ച് ഏറ്റവും കൂടുതൽ മിനുക്കിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ മുഖം എന്തെയാണ്? ജനങ്ങൾ ചവിട്ടുന്ന ആ ഒരു സ്ഥലത്ത് അള്ളാഹുവിൻ്റെ മുമ്പിലായിക്കൊണ്ട് ഇങ്ങനെ പതിപ്പിച്ചു വെക്കുകയാണ്. അതിനേക്കാൾ വലിയൊരു വിധേയത്വം, കീയൊതുക്കം, കീവണക്കം ഒരാൾക്കും ഒരാളുടെ മുമ്പിൽ നിർവഹിക്കാനില്ല. അപ്പൊ സൃഷ്ടാവിൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കീയൊതുങ്ങലിന്റെ അങ്ങേ അറ്റത്തുള്ള ഉദാഹരണമാണെന്ത്? റുകൂഉം സുജൂദും. അതുകൊണ്ടാണ് ഇബാദത്ത് മൊത്തത്തിൽ പറഞ്ഞപ്പോൾ റുകൂഉം സുജൂദും എന്ത് ചെയ്തത്? പ്രത്യേകമായി കൊണ്ട് പറഞ്ഞത്. കാരണം അത് ലോകത്തൊരു സൃഷ്ടാവിൻ്റെ മുമ്പിലല്ലാതെ ഒരു മനുഷ്യനും ഇപ്പോൾ നിലവിൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, നിർവഹിക്കുന്നുണ്ടാവില്ല. കാരണം അത്രത്തോളം അതിനെന്തുണ്ട്? വിധേയത്വമുണ്ട്. അങ്ങേയറ്റം നിന്യത സംബന്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? അവൻ്റെ ശരീരം മുഴുവൻ റഹ്മാനായ റബ്ബിങ്കൽ അവൻ സമർപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണെന്ത് അതിനെ പ്രത്യേകമായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്ര പ്രാധാന്യം ഉണ്ടായത് കൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും റുക്കിനാണ്. നിസ്കാരത്തിലെ റുക്കിനാണെന്ത്? റുക്കൂഉം സുജൂദും. സുജൂദ് റുക്കൂ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിസ്കാരം സ്വീകരിക്കുകയുമില്ല എന്നിട്ട് ഇങ്ങനെ പറയണം. അത് മനുഷ്യന് കണ്ണിനുള്ള കുളിർമയാണ്. അതുപോലെ തന്നെ അവന് ദുഃഖം പോലെ നടക്കുന്ന ആളുകൾക്ക് സലാമത്താണ്, സമാധാനമാണ്. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ, രാജാധികാരത്തെ പൂർണ്ണമായി കൊണ്ട് അംഗീകരിക്കുന്ന അവസ്ഥയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് അങ്ങനെ ഈ ആയത്തിനെ വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അഥവാ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം? ഇബാദത്തുകളുമായി കൊണ്ട് പൂർണ്ണമായിക്കൊണ്ട് നിങ്ങൾ മുന്നേറുക. ഇബാദത്തുകളുമായി പൂർണ്ണമായിക്കൊണ്ട് നിങ്ങൾ മുന്നേറുക. അതിൽ റുക്കൂഉം സുജൂദും പ്രത്യേകം ശ്രദ്ധിക്കുക. അഥവാ നിസ്കാരം എന്ത് ചെയ്യുക? നിങ്ങൾ പ്രത്യേകമായിക്കൊണ്ട് നിർവഹിക്കുകയും എന്നിട്ട് ആ ഇബാദത്തുകൾ നിരന്തരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും വഫ്അലുൽ ഖൈറ, നിങ്ങൾ എന്ത് ചെയ്യുക? ഖൈറാത്തുകൾ ധാരാളമായി കൊണ്ട് പ്രവർത്തിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിജയിക്കാൻ പറ്റും. ഇതിൽ അള്ളാഹു നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾ ധാരാളമായി നിർവഹിക്കുക എന്ന് പറഞ്ഞു. ആ ഇബാദത്തുകൾ ധാരാളമായി നിർവഹിക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് പ്രത്യേകമായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞത് സ്വകാര്യമായ ഇബാദത്തുകളാണ്, വ്യക്തിപരമായ ഇബാദത്തുകളാണ് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിനുള്ള കാരണം എന്തായിരുന്നു? അള്ളാഹു ആലം. പക്ഷെ ഇതൊക്കെ നിഗമനങ്ങളും ചർച്ചകളും അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന പാഠങ്ങളാണ്. അള്ളാഹു എന്ത് ചെയ്തു? മൊത്തത്തിൽ നിങ്ങൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുകയും വ്യക്തിപരമായ ഇബാദത്തിന് മുൻതൂക്കം നൽകുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാം. എന്തായിരിക്കും കാര്യം? ആലോചിച്ചാൽ കൂട്ടോ? ഇല്ല.